ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷെമി ബാസ്. അപ്പോ 2 ദിവസത്തെ മഴയൊക്കെ പെയ്ത് നമ്മുടെ UAE ഇങ്ങനെ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ട്രിപ്പ് പോകാനുള്ള മോഡ്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകാറുള്ള പോലെ UAEയുടെ നോർത്തേൺ എമിറേറ്റ്സിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷാർജ എമിറേറ്റിന്റെ അൽദെയ്ദ് ഏരിയയിലേക്കാണ് ആദ്യ യാത്ര. ഈ അൽദെയ്ദ് ഈന്തപ്പനത്തോട്ടങ്ങൾക്കും പഴത്തോട്ടങ്ങൾക്കും വളരെ പേരുകേട്ടതാണ്. ഞാന് ദെയ്ദിലേക്ക് പോകുന്ന വഴി ഒരു വെറൈറ്റി പള്ളി കണ്ടു നിർത്തിയതാണ്. ഈ പള്ളി കണ്ട നമ്മുടെ ഇത്തിസലാത്തിന്റെ ആ ഒരു ടവർ സ്റ്റൈലാന്ന് വിചാരിച്ച ആദ്യം, പിന്നെ നോക്കുമ്പോൾ ഇത് പള്ളിയാണ്. അൽദെയ്ദിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ ഒരു പുതിയ പള്ളി. പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച അസാധാരണമായ പന്തിന്റെ ആകൃതിയിലുള്ള ഡോം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇതിന്റെ മിനാരം ഒരു സ്പൈറൽ ആകൃതിയിലാണ്. മാത്രമല്ല ഇതിനുള്ള മുഴുവൻ ധനസഹായവും നൽകിയത് ഒരു മനുഷ്യ സ്നേഹിയാണ്. അൽദെയ്ദില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയും അറബിക് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് ആണ് മുനീറ. ഞങ്ങള് ദെയ്ദിലേക്ക് വരാനുള്ള പ്രധാന കാരണം തന്നെ ഈ റെസ്റ്റോറന്റിൽ നിന്നും ഒരു മന്തി കഴിക്കാനാണ്. ദെയ്ദിലെ വളരെ പുരാതനവും അതുപോലെ തന്നെ വളരെ പ്രശസ്തവുമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് നമ്മുടെ മുസ്തഫക്കായുടെ കീഴിലുള്ള മുനീറ റെസ്റ്റോറന്റ്. ഇവിടുത്തെ എല്ലാ മീറ്റും ഫ്രഷ് ആണ്, ഫ്രോസൺ ഒന്നും ഉപയോഗിക്കാറില്ല. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ദെയ്ദ് മുനീറ റെസ്റ്റോറന്റ് ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാണ്. വാദി സീസ് വരെ പോയാലൊന്ന് ചെറിയൊരു പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് അവിടുത്തെ വാദിയിലൊക്കെ ഫുള്ള് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പോകുന്ന വഴിയിൽ വേറെ എന്തെങ്കിലും വാദികളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് യാത്ര ഞങ്ങൾ തുടരുകയാണ്. നമ്മുടെ കോർഫുക്കാൻ ഷീസ് പാർക്കിൽ നിന്നും കുറച്ചും കൂടി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ പ്ലേസ് കിട്ടും. കുറേ സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ക്ഷീണം അറിയുന്നില്ല, കാരണം ഇങ്ങനെ വലിയ മരങ്ങൾക്കിടയിലൊക്കെയും ഇപ്പോൾ വിൻ്ററും കൂടി ആയതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ ഉണ്ടോ? ഇത് വാദി ഷീസിലെ ഒരു നേച്ചർ ട്രയൽ ആണ്. വാദി ഷീസിലെ പഴയ ഗ്രാമങ്ങളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയൊക്കെ ഈ പാത നമ്മെ കൊണ്ടുപോകുന്നു. ജലസമൃദ്ധിയും കൃഷിക്ക് ആവശ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണും കാരണം മനുഷ്യർ വളരെ കാലം മുമ്പ് ഷീസിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്നു. നാഗ്ബൽ ഗോത്രമായിരുന്നു ഷീസിൽ താമസിച്ചിരുന്ന ഗോത്രവർഗം. അവർ അന്ന് ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്ന ഫലാജ് സിസ്റ്റം അല്പം നവീകരിച്ച രീതിയിൽ നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഫലാജ് സിസ്റ്റം, അതായത് വെള്ളം ഓരോ സ്ഥലങ്ങളിലേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം വഴിയാണ്. ഇതാണ് അൽ ഫലാജ് സിസ്റ്റം എന്ന് പറയുന്നത് UAE-യിലെ. പഴയ കാലത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ സിസ്റ്റമാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പം ഈ തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പം ഇതിലേക്ക് വെള്ളം പോകും. അല്ല, അതേപോലെ ഇവിടുന്ന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതുവഴി അങ്ങോട്ടും വെള്ളം പാസ്സാവും. ഇവിടെ 2 മലകൾക്കിടയിൽ നല്ലൊരു വാട്ടർഫാൾസ് കാണിക്കാം. ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഈ പോകുന്ന വഴി കുറച്ച് ദുർഘടമാണ്. ഈ വാദി ഷീസിലെ നിങ്ങൾ വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായും കാണേണ്ട മറ്റൊരു ഇടമാണ് ഈ ഈന്തപ്പഴത്തിൻ്റെ തോട്ടം. UAE-യിൽ അധിക സ്ഥലത്തൊന്നും കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് വാഴ. ഇവിടെ കാണാം. നമ്മുടെ നാട്ടിലെ വാഴ കണ്ടോ? നല്ല തണുപ്പാണ് ഇവിടെ. ഇതൊക്കെ കണ്ടോ? പല കൃഷികൾ കണ്ടോ?
ഷീസ് പാർക്കിൽ വരുന്നവർ അവിടെ വെച്ച് നിർത്താതെ അല്പം കൂടി താഴോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ മലകളും ഈന്തപ്പനത്തോട്ടങ്ങൾക്കും ഇടയിലൂടെയുള്ള റോഡിലൂടെ നമുക്ക് നാട്ടിലൊക്കെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന അതേ ഫീലോട് കൂടി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ കഴിഞ്ഞ മഴയിൽ രൂപപ്പെട്ട മറ്റൊരു ഡാം, ഇത് ഡാം ആണോ നമ്മളെ അറിയില്ലേ? ബട്ട് ലുക്ക് ലൈക്ക് ഡാം അല്ലേ? നാട്ടിൽ നിന്നും വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ചെറിയ വെള്ളമൊക്കെ കാണുമ്പോൾ എന്താണ് ഇത്ര വീഡിയോ എടുക്കാനും ഇത്ര എക്സൈറ്റ്മെന്റ് ആകാനും ഒക്കെ. പക്ഷെ ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ലഭിക്കുന്ന മഴയും അതിൽ നിന്ന് രൂപപ്പെടുന്ന അരുവിയും ഒക്കെ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങോട്ട് പോകുന്നതോറും ഡീപ്പായിട്ട് പോകും. യുഎഇയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വിന്ററിൽ തന്നെ വാദി ഷീസിലേക്ക് വരിക. ഇവിടുത്തെ നല്ലൊരു കാലാവസ്ഥയും അതുപോലെ തന്നെ പഴയ ഗ്രാമീണ കാഴ്ചകളെല്ലാം കാണുക, അനുഭവിച്ചറിയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.